ജയിപ്പിച്ചു വിടാൻ വേണ്ടി എന്റെ സ്മൃതി ഇന്ന് നിങ്ങൾ നോക്കൂ. പിണറായി വിജയൻ വാരണാസി മത്സരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നോക്കൂ. സ്മൃതി ഇറാനി തലയിൽ ഒരു കുടവും വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? അമേഠിയിൽ അവരുടെ വീടിന്റെ പാല് കാച്ചലാണ് പോലും. കഴിഞ്ഞ 5 വർഷം ഇല്ലാത്ത പാല് കാച്ചൽ ഇന്നാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നടത്തുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യം ഉണ്ടാക്കിയ ദിവസമാണ് അവർ പാല് കാച്ചൽ നടത്തുന്നത്. ഒരു കുഴപ്പമില്ല, പക്ഷേ നല്ല അവസരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് പാല് കാച്ചുന്നത്. അവർക്കൊരു പ്രതിസന്ധി തോന്നുന്നുണ്ട്. ആർക്ക്? സ്മൃതി ഇറാനിക്ക്. രാഹുൽ ഗാന്ധിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞാൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും രാഷ്ട്രീയമായി ഗൗരവത്തോടു കൂടി കാണുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ ഗൗരവം അവർ ഉൾക്കൊള്ളണം. ഞാൻ എന്നെ പോലുള്ള ഒരു സാധാരണ വോട്ടർ അവരെ ഗൗരവത്തോടു കൂടി കാണുമ്പോൾ ആ ഗൗരവം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണണം. പോയി മത്സരിക്കണമെന്നേ അമേഠിയിൽ. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണമെങ്കിൽ താമര ചിഹ്നത്തിനെതിരെ മത്സരിക്കാനുള്ള ചങ്കുറപ്പ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും. ഒരു ചോദ്യം, പൊന്നാനിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കാത്ത എന്താ? അരുണേ, ഇതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. നമ്മുടെ പൊന്നാനിയിലും അവിടെ സാധ്യതയുള്ള സ്ഥാനാർത്ഥി അവിടെ എ വിജയരാഘവനേക്കാൾ അതാണ് പ്രശ്നം. അതെ, ഞാനും അത്രേ പറയുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒറ്റ ആർഗ്യുമെന്റ്. വയനാട്ടിലും ഇവിടെയും ഒരു ആർഗ്യുമെന്റ്. വയനാട്ടിലും പൊന്നാനിയിലും. പൊന്നാനി ആരുടെ സീറ്റാണ്? മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. പക്ഷെ അത് LDF-ന്റെ സീറ്റല്ലേ? പക്ഷെ LDF മത്സരിക്കുന്നുണ്ട്. ആ LDF മത്സരിക്കുമ്പോൾ CPM-ന് എന്തുകൊണ്ടാണ് അവിടെ ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് മെസ്സേജ് കൊടുക്കാത്തത് മുസ്ലിം ലീഗിന്? ഇത് പൊന്നാനിയിലെ ശക്തമായ പോരാട്ടമാണ്. ആര്? ഹംസ. അല്ല, ഹംസ അവിടെ പോയി പിണറായി വിജയൻ പറയുമ്പോ ഒരു കാര്യം പറഞ്ഞ് പുച്ഛിച്ചിട്ട് അതിൽമേൽ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയുന്ന പോലെ പറയരുത്. നിങ്ങൾക്ക് പൊന്നാനിയിൽ പിണറായി വിജയനെ മത്സരിപ്പിച്ചാലാണോ KS ഹംസയെ മത്സരിപ്പിച്ചാലാണോ കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചാൽ പൊന്നാനിയിൽ പിണറായി വിജയൻ മത്സരിച്ചാലും KS ഹംസയാണ്. എന്താ സംശയം? അതുകൊണ്ടാണ് KS ഹംസ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. തൊട്ടടുത്ത് ഇപ്പൊ പൊന്നാനിയിൽ A വിജയരാഘവന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പൊന്നാനി. പൊന്നാനിയിൽ മത്സരിക്കാതെ A വിജയരാഘവൻ പാലക്കാട് മത്സരിക്കുന്നത് A വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം മുൻ MP എന്നുള്ള നിലയിൽ കൂടുതൽ സാധ്യത പാലക്കാടാണ്. KS ഹംസയ്ക്ക് മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന CPM-ന്റെ ഒരു വിശ്വാസം. ഞാൻ കരുതുന്നില്ല അത് പൊന്നാനിയിൽ വലിയ നിലയിൽ ഒരു മുസ്ലിം വോട്ടൊന്നും കൺസോളിഡേറ്റ് ചെയ്യാൻ. അപ്പോൾ ആനി രാജയെ ദേശീയ നിർവാഹക സമിതി അംഗത്തെ മത്സരിപ്പിക്കുന്നതോ? ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ഒരു മലയോര കർഷക എന്നുള്ള നിലയിലുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കൂ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്. രണ്ട്, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഇഷ്യൂസിൽ ഇടപെടുന്ന ശക്തിയായിട്ടുള്ള നേതാവ്, CPI-യുടെ വനിതാ വിഭാഗത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ. ഈ പറയുന്ന റോളിലാണ് വയനാട്ടിൽ മത്സരം കടുക്കാൻ പോകുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ഈ ഒരു ഘട്ടത്തിലും ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വത കാണിക്കും. വയനാട്ടിലേക്ക് അദ്ദേഹം വരില്ല എന്നാണ് എൻ്റെ ഈ തൊട്ടടുത്തുള്ള രാഷ്ട്രീയ പ്രായോഗികതയാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചെന്ന് മലപ്പുറത്ത് മത്സരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഷുവർ ബെറ്റാണ്. വയനാട് അത്ര ഷുവർ ബെറ്റല്ല. ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഷുവർ ബെറ്റ് മലപ്പുറമാണ്. മലപ്പുറത്ത് പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തൊട്ടടുത്ത് ഞാൻ നിർദ്ദേശിക്കട്ടെ. ഞാൻ ഈ രാജ്യത്തെ വോട്ടാണ്, ഞാൻ നിർദ്ദേശിക്കും. നോക്കൂ, തൊട്ടടുത്ത് കന്യാകുമാരി. അല്ല, അങ്ങനെയാണെങ്കിൽ K രാധാകൃഷ്ണൻ മത്സരിച്ചതുപോലെ പിണറായി വിജയൻ മത്സരിക്കട്ടെ. അതെ, പുതുപ്പള്ളി ഒന്ന് പിണറായി വിജയൻ മത്സരിക്കട്ടെ. Meet the editors.